തീർച്ചയായിട്ടും ആദ്യം തന്നെ ഈ അമ്മമാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയാൻ പേടിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ അമ്മമാർ എന്നോട് പറയുന്നത്. കാരണം ഷോ ഒരുപാട് കൂടുന്ന സമയത്തും കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരുപോലെ ഷോ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു ദിവസം ഒരു പക്ഷേ കുട്ടികൾ 3-4 ഷോ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചാലും ചില ദിവസങ്ങളിൽ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാകും. ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയും, അവർ ഇന്നലെ ചെയ്തല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമുണ്ട്, സാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനോ നിങ്ങളെ പോലെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടികളല്ല ഇവരെ കുറിച്ച് പഠിച്ച ഒരാളെങ്കിലും ഇവിടെ വേണം. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരാളെ പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമിക്കാത്തതെന്ന് ചോദിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞ ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നീട് നിരന്തരം അമ്മമാർ എന്നോട് ഇതേ പരാതി പറഞ്ഞു. എന്നോട് പറയുന്ന കാര്യം, നിങ്ങൾക്കിത് പറയാൻ പറ്റും, ഈ കുട്ടികൾക്ക് ഇത് പറയാൻ കഴിയില്ല, ഞങ്ങൾ അമ്മമാർക്കും പറയുന്നതിന് പരിമിതികളുണ്ട്, പക്ഷെ നിങ്ങൾ മുതുകാട് സാറുമായിട്ട് അടുത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പറയാലോ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുതുകാട് സാറെ ധരിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ നിന്ന സമയത്ത് ആരോപിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ വന്ന് ആരോപിക്കുന്നതെന്ന് പറയുന്നു. അത് തന്നെ കള്ളമാണ്. കാരണം 2018 ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ എന്നെ പറഞ്ഞു വിടാൻ അദ്ദേഹം ശ്രമിക്കുന്ന ദിവസം ഈ ഒരു വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇത് പബ്ലിക്കിന് മുമ്പിൽ കാണിക്കുമെന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ഒരു നല്ലൊരു സമീപനം സ്വീകരിക്കുകയും എന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് എന്റെ കഴിഞ്ഞ 40 വർഷത്തെ ഇമേജ് നശിപ്പിച്ചുകൊണ്ട് ഷിഹാബിനൊന്നും സംഭവിക്കാനില്ലല്ലോ, അതുകൊണ്ട് എന്ത് ലാഭമാണ് നിങ്ങൾക്കുള്ളത് എന്നൊരു രീതിയിലേക്ക് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു, കുറെ ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ചില സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് സംഭവിച്ചതായിരിക്കാം, തിരുത്തലുകൾ ഉണ്ടാവും, അതുകൊണ്ട് ഏതൊരു മനുഷ്യനും മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിക്കും, തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതെ ഞാൻ അദ്ദേഹത്തിന് മാത്രം പേഴ്സണലി അയച്ചു കൊടുക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്ന് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഡോക്ടർ അഷീൽ സാറിന് അയച്ചു കൊടുത്തതും. എന്തുകൊണ്ടാണ് നമ്മളെ സെക്യൂർ ചെയ്യേണ്ട ഡോക്ടർ അഷീൽ സാർ ഈ പരാതി കിട്ടിയിട്ട് ഇതെന്താണെന്ന് പോലും ചോദിക്കാൻ തയ്യാറാവാതെ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഒറ്റപ്പെട്ട ദിവസത്തെ സംഭവം മാത്രമായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അമ്മമാർ എന്നോട് പറയില്ല. ഇത് നിരന്തരം സംഭവിച്ച് എനിക്കും ഇത് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ മുന്നോട്ട് വന്നത്. അന്നേ ആ സമയത്തും അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഷിഹാബിന്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ്, എനിക്കറിയാം കുട്ടികളെ എങ്ങനെ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ബേസിക് നോളജ് പോലും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടികൾക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഇല്ല, ഒരു ന്യൂട്രീഷൻ ഇല്ല, ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇല്ല. ഇവിടെയുള്ളൊരു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ ഒരു അമ്മയാണ് ഈ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാധാരണ ഒരു ഡേ കെയർ സെന്ററിൽ ഒരു ആയെ നിർത്തുന്ന പോലെ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കുട്ടികളെ കണ്ടിട്ടുള്ളത്. അതല്ല, കുറച്ചും കൂടി നമ്മൾ അതിനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് മാജിക് കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടീസിന് കൊടുക്കുന്ന വാല്യൂ ആണ് അന്ന് ഞാൻ അടക്കമുള്ള 5 ഭിന്നശേഷിക്കാർക്ക് അദ്ദേഹം കൊടുത്തിരുന്നതെന്ന് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇത് ലോകത്തിന് അറിയിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറയാൻ കാരണം. ഷിഹാബിന്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പോഴും ഉണ്ടോ? ആ തെളിവായി പുറത്തുവിടും എന്ന് പറഞ്ഞ് താങ്കൾ ശേഖരിച്ച വീഡിയോകൾ ഇപ്പോഴും ഉണ്ടോ? ഞാൻ ശേഖരിച്ച വീഡിയോസ് അദ്ദേഹം കുട്ടികളോട് നിർബന്ധമായിട്ട് ഷോ ചെയ്യിപ്പിക്കുന്ന വീഡിയോസോ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ കരയുന്ന വീഡിയോസോ അല്ല. ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായിട്ട് ഈ അമ്മമാർ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് നിന്ന് മോശമായ അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, കുട്ടികളുടെ കാര്യം നോക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ ഈ കുട്ടികൾ നോക്കാൻ അധികാരികപ്പെട്ട ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകളുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ, അപ്പൊ അവരെ നിങ്ങൾ നിയമിക്കുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ പുറത്താക്കാൻ ശ്രമിച്ചത്. അങ്ങനെ 2018 ഒക്ടോബർ 31 അപ്പോൾ ആ ഗോപിനാഥ് മുതുകാട് ആ താങ്കളോട് സംസാരിക്കുന്ന വീഡിയോ ആണ് താങ്കൾ റെക്കോർഡ് ചെയ്തിരുന്നത് അല്ലേ? അല്ലല്ല, അത് വീഡിയോ ആയിരുന്നു, റെക്കോർഡ് ചെയ്തതല്ല. അത് ഞാൻ ആ പിറ്റേ ദിവസം ഈ ഒരു സംഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഈ അമ്മമാരിപ്പോ ഉണ്ട്, ഈ പറഞ്ഞ കുട്ടികളും ഇവിടെയുണ്ട്, ഞാനും ഇവിടെയുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ പുറത്തിട്ടിട്ട് നേരിട്ട് ആളുകൾ വന്നിട്ട് അമ്മമാരോട് ചോദിക്കട്ടെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യരുത്, നമുക്ക് സംസാരിച്ച് തീരുമാനമാക്കാം, കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ നോക്കാൻ, നിങ്ങൾ എന്റെ ഇമേജ് നശിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത്. ഞാൻ പറയുന്നത് എന്റെ കയ്യിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്, മുതുകാട് സാർ ഈ ഒക്ടോബർ 31 അദ്ദേഹത്തിന്റെ അക്കാഡമിക് ഡയറക്ടറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ചു പറഞ്ഞത്, ഡോക്ടർ അഷീലും ശൈലജ ടീച്ചറും എന്നോട് പറഞ്ഞു, ഷിഹാബിന് പോകാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഷിഹാബിനെ നാളെ തന്നെ പറഞ്ഞയക്കണം. ഈ ഡിഫറന്റ് ആർട്ട് സെന്റർ എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളല്ല, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനമാണ്, പെർഫോം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഷിഹാബിനെ പോലെ ഒരാൾ പെർഫോം ചെയ്യേണ്ട എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഷിഹാബ് ഇവിടെ വേണ്ട എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ ഒരു പ്രശ്നം തുടങ്ങുന്ന കുറച്ച് മുമ്പാണ് എനിക്ക് ഇവരുടെ രീതികൾ മനസ്സിലാക്കി.
കോളുകളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ മുതുകാട് സാറെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നോട് എന്ന് പറയുന്നത് നാളെ മുതൽ ഇവിടെ പ്രോഗ്രാം ചെയ്യേണ്ട, ശൈലജ ടീച്ചർ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോകണം, പ്രോഗ്രാം ചെയ്യണ്ട, അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ശൈലജ ടീച്ചർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോൺ കോളിലൂടെ നാളെ പോകാൻ പറ്റില്ല, എനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചന്ദ്രസേനൻ സാർ അക്കാഡമിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷാബ് തൽക്കാലം ഇതിൽ നിന്ന് പോകണം, എന്നിട്ട് DAC വരുന്ന സമയത്ത്, ഡിഫറെന്റ് ആർട്ട് സെന്റർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് വരാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ പിറ്റേ ദിവസമാണ് 1-ാം തീയതി, നവംബർ 1-ാം തീയതിയാണ് ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങൾ എന്തായാലും പോവാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ എനിക്കുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ഞാൻ അന്ന് ടിക്ടോക്ക് സജീവമായി നിൽക്കുന്ന സമയമാണ്, ഞാൻ ഇത് പുറത്ത് വിടുകയും ഇവിടെയുള്ള രക്ഷിതാക്കൾ ഇപ്പോൾ ഉള്ളത് കൊണ്ട്, ഇപ്പോൾ അനുഭവിച്ച സംഭവങ്ങളായതുകൊണ്ട് അവർ അതിന്റെ സത്യങ്ങൾ ആളോട് പുറത്ത് പറയുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എനിക്ക് ഷിഹാബിനെ ഒരു കോംപ്രമൈസ് ചർച്ചയിലേക്ക് എന്നെ വിളിക്കുന്നതും നമുക്ക് ഒരു കോംപ്രമൈസിൽ പോകാമെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഞാൻ നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് നിർബന്ധമായിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ പലപ്പോഴും ഞാൻ മനഃപൂർവ്വം ഷോ മുടക്കാൻ ശ്രമിച്ചു എന്നും മുതുകാട് സാറെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെ കള്ളമാണ്. കാരണം ഇങ്ങനെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് 31-ാം തീയതിയിലെ ഡേറ്റിലാക്കിയിട്ടാണ് അവർ എനിക്ക് തന്നിട്ടുള്ളത്, ഒക്ടോബർ 31-ന്. ഇങ്ങനൊരു ഗുരുതരമായ ആരോപണങ്ങൾ എനിക്കെതിരെ ഉണ്ടെങ്കിൽ എന്തിനാണ് ഒക്ടോബർ 31-ന് രാത്രി അക്കാഡമിക് ഡയറക്ടർ എന്നോട് ശൈലജ ടീച്ചറും അഷീലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഷിഹാബിന് ഇവിടെ നിന്ന് നാളെ മുതൽ പോകണമെന്നും DAC വരുന്ന സമയത്ത് ഷിഹാബിന് വരാമെന്നും കള്ളം പറയുന്നതിന്റെ ആവശ്യം എന്താണ്? അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞാണ് യഥാർത്ഥത്തിൽ സത്യം. അതായത് DAC വരുന്ന സമയത്ത് ഷിഹാബിന് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് അദ്ദേഹം എന്നെ ക്ഷണിക്കുകയും പിറ്റേ ദിവസം എനിക്ക് തരുന്ന കാരണം കാണിക്കൽ നോട്ടീസിൽ ഞാൻ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്നുള്ള അമ്മമാരെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പുറത്തറിയിക്കുന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ്. ഇന്ന് പല അമ്മമാരും അവിടെ ഇല്ല. അന്നുണ്ടായിരുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നുണ്ടായിരുന്ന 2-3 അമ്മമാർ മാത്രമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. ബാക്കി അമ്മമാരൊന്നും എനിക്കറിയില്ല. പക്ഷെ അന്നത് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മമാരത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുമായിരുന്നു. ഇന്നും എനിക്ക് ഉറപ്പുണ്ട് അവിടെ ഇപ്പോ ഉള്ള അതായത് ഞാനുള്ള സമയത്ത് ഉണ്ടായിരുന്ന 3 അമ്മമാര് ഉറപ്പായിട്ടും മനസ്സാക്ഷിയെ തൊട്ട് എനിക്കെതിരെ ഇല്ലാത്ത പ്രചരണം നടത്താൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന്. കഴിഞ്ഞ കുറച്ച് നാളുകളുമായിട്ട് പോലും ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ളവരാണ്. അവരെന്നോട് നിരന്തരം പറയുകയാണ് കുട്ടികളുടെ ബുദ്ധിമുട്ടുകള്. പക്ഷെ എന്നിട്ടും ഞാൻ പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ ചെറിയ പോരായ്മകളാണെങ്കിൽ തിരുത്താൻ സമയം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോ ഈ പ്രീത മേഡം അടക്കമുള്ള ഒരുപാട് ആളുകൾ വന്ന് പറയുന്നു, അവിടെയുള്ള അമ്മമാര് നിരന്തരം അവിടെ അനുഭവങ്ങൾ വന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം ഒരു പോരായ്മ ഉണ്ടെങ്കിൽ തിരുത്താം എന്ന് പറയുന്നതിന് പകരം അമ്മമാരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ 5-6 വർഷങ്ങൾക്ക് ശേഷം എനിക്കത് പുറത്ത് വന്ന് പറയേണ്ടി വരുന്നത്. ഷിഹാബ്, ഈ അമ്മമാർക്ക് തുറന്നു പറയാൻ പേടിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. താങ്കൾ സംസാരിക്കുമ്പോൾ കുറെ തവണ അത് പറഞ്ഞു. എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? അവരുടെ കുട്ടികളെ ആരെങ്കിലും അവിടെ നിർബന്ധിച്ച് തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ? കരാറുണ്ടോ? അവർക്ക് ഒരു ദുരനുഭവം നേരിട്ടാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിവായി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടോ? ഏതെങ്കിലും സമ്മർദ്ദം അവരെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിന് മറുപടി നമുക്ക് പറയാൻ പറ്റും. ഇവിടെയുള്ള അമ്മമാരോട് ഞാൻ ഈ അടുത്ത് പോലും സംസാരിച്ച സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾക്കറിയാലോ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ, നിങ്ങൾ തന്നെയാണല്ലോ പലപ്പോഴും അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ എന്നോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു ക്രിമിനലായിട്ട് മാറിയതും. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ അമ്മ പറഞ്ഞ കാര്യമുണ്ട്. നമുക്കറിയാം ഒരു പക്ഷേ കുട്ടികളെ കാണിച്ചിട്ട് അദ്ദേഹം കോടികൾ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമല്ലേ. അതുകൊണ്ട് അത് മാത്രമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവേണ്ടി വരും. പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിട്ടുന്ന വേദി പോലും ഇല്ലാതാവും. അതുകൊണ്ട് അവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ പേരിൽ എന്ത് വലിയ കാര്യങ്ങൾ നടന്നാലും, എത്ര വലിയ രീതിയിൽ അദ്ദേഹം മാർക്ക് ചെയ്യപ്പെട്ടാലും, എത്ര പണം ഇതിന്റെ പേരിൽ വന്നാലും ഇപ്പൊ കിട്ടുന്ന അവസരങ്ങളെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നവരാണ് കൂടുതൽ പേരും. പക്ഷെ ആ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് പുറത്തു പോകാൻ അവസരങ്ങൾ കിട്ടുന്ന അമ്മമാരാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ പോകാൻ അവസരം കിട്ടുന്ന അമ്മമാരും കുട്ടികളുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിദേശ യാത്ര പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതുപോലും നഷ്ടപ്പെടും. അപ്പൊ അത് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് മാത്രം വിചാരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കർ എന്ന് പറയുന്നില്ല, നിവൃത്തി കേടുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ പറയുന്നു, ഒരു സ്വതന്ത്രമായ സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അല്ലെങ്കിൽ ഈ കുറച്ചു കാലത്തേക്ക് ഈ ഒരു സംരംഭം ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തട്ടെ, അമ്മമാരെ സ്വതന്ത്രരാക്കട്ടെ, സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, താങ്കൾ സ്വതന്ത്ര അന്വേഷണം എന്ന് പറയുന്നു, അക്കാര്യം ചൂണ്ടിക്കാട്ടി താങ്കൾ പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതി രേഖാമൂലം നൽകിയിട്ടുണ്ടോ?
അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് ഞാൻ മാത്രം വന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ ഒരു ആവശ്യം എന്ന രീതിയിലേക്ക് മാത്രം മാറും. ഇതൊരു കൂട്ടായ്മയുടെ ആവശ്യമാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അത്തരം ആളുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും